Hello guys, welcome back. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബുക്സ് കിട്ടി. അപ്പോൾ ബുക്സ് ഞാൻ നിങ്ങൾക്ക് ബുക്സ് കാണിച്ചു തരാൻ പോവാണ്. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ സൗണ്ട് കുറച്ച് ഡിസ്ട്രാക്റ്റ് ആവും. ഞാൻ മാക്സിമം സൗണ്ടിൽ പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ സോഷ്യൽ സയൻസിൻ്റെ ബുക്കാണ്. സോഷ്യൽ സയൻസ് 3 ബുക്സ് ഉണ്ട്. ഞാൻ 6th ആവുന്നതാണ്. ഫസ്റ്റ് ഇത് നമ്മുടെ ഹിസ്റ്ററി ബുക്കാണ്. അവർ പാസ് ചെയ്യുന്ന ബുക്കാണ്. ഇതിൽ നമുക്ക് ഞാൻ കാണിച്ചു തരാം. ഇതിലെത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് നോക്കട്ടെ. ഇതിൽ അത്യാവശ്യം ചാപ്റ്റേഴ്സൊക്കെ ഉണ്ട്. ഇതിൽ 10 ചാപ്റ്റേഴ്സ് ഉണ്ട്. 10 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിൻ്റെ പേര് പറയാൻ കഴിഞ്ഞാൽ കുറേ നേരം പറ്റും. അതുകൊണ്ടാണ് നല്ല കുറേ പേജസൊക്കെ ഉള്ള ബുക്കാണ്. നല്ല തിക്കായിട്ടുള്ള ബുക്കാണ്. ഇത് നമ്മുടെ നെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് സോഷ്യൽ സയൻസിൻ്റെ ജിയോഗ്രഫി ബുക്കാണ്. ദ എർത്ത് അവർ ഹാബിറ്ററ്റ് എന്ന് പറയുന്ന ബുക്കാണ്. ഇതിൽ ഏകദേശം കുറച്ച് ഒരു 8 ചാപ്റ്റേഴ്സൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. 6 ചാപ്റ്റേഴ്സും പിന്നെ എപ്പിൻഡമിക്സ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതാണ് ആ ബുക്ക്. പിന്നെ സോഷ്യൽ ലൈഫ് ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ്. ഇതെന്ത് ബുക്കാണ്? സോഷ്യൽ സയൻസിൻ്റെ ഒരു ബുക്കാണ്. സോഷ്യൽ ലൈഫ് ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ്. അത് എന്ത് സബ്ജക്റ്റാണ് എന്താണ് പറയുന്നതെന്ന് എനിക്കറിഞ്ഞില്ല. ഇത് 4 യൂണിറ്റ്സാണ് ഉള്ളത്. ഡൈവേഴ്സിറ്റി, ഗവൺമെൻറ്, ലോക്കൽ ഗവൺമെൻറ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ലൈഫ്. അങ്ങനെ കുറച്ച് ചാപ്റ്റേഴ്സൊക്കെ ഉണ്ട്. ഇനി അടുത്താണ് മാത്സ് ബുക്ക്. എൻ്റെ ഫേവറേറ്റ് ബുക്കാണ് മാത്സ് ബുക്ക്. കാരണം നല്ല തിക്നെസ് ഉണ്ട്. പിന്നെ ഇതിലെ പിക്ചറൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഉള്ളിലും നല്ല രസമാണ്. ഇതിൽ 12 ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 12 ചാപ്റ്റേഴ്സ് തന്നെയാണ്. എനിക്ക് അറിഞ്ഞുകൂടാ, കറക്റ്റായിട്ട് ഞാൻ നോക്കിയില്ല. 12 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. അത് കാണിച്ചു തരാൻ പറ്റില്ല, കാണിച്ചു തരാൻ സമയമില്ല. എന്നുവെച്ചാൽ ഇനി ഇത്രയും ബുക്സും കൂടി ചെയ്യാണ്ട്, അതുകൊണ്ടാണ്. ഇനി സയൻസ് ബുക്കാണ്. എൻ്റെ അടുത്ത ഫേവറേറ്റ് ബുക്കാണ്. ഇതിലും ഏകദേശം 11 ചാപ്റ്റേഴ്സ് ഉണ്ട്. കുറേ പേജസൊക്കെ ആയിട്ടുള്ള നല്ലൊരു ബുക്കാണ്. NCERTയുടെ ബുക്സാണ് ഇത് മുഴുവൻ. അല്ല, ഇതിൽ പകുതി ബുക്കാലും ഉണ്ട്. ഇതാണ് ഹണി സക്കിൾ. എൻ്റെ ഇംഗ്ലീഷ് ബുക്കാണ്. ഇതും NCERTയുടെ തന്നെയാണ്. ഇതൊക്കെയാണ് ഇതാണ് ബുക്ക്. ഇതിലും കുറച്ച് ചാപ്റ്റേഴ്സൊക്കെ ഉണ്ട്. എനിക്ക് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് അറിയില്ല. അത്യാവശ്യം ചാപ്റ്റേഴ്സൊക്കെ ഉണ്ട്. ഒരു 5-7 ചാപ്റ്റേഴ്സൊക്കെ ഉണ്ട് എന്തായാലും. പിന്നെ അതിൻ്റെ സപ്ലിമെൻ്റാണ്. ഇതിൽ 4 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. സപ്ലിമെൻറ്റ് അത് ഇതിൻ്റെ കൂടെ കിട്ടുന്ന സപ്ലിമെൻ്റാണ്. അല്ല, ഇതിൽ 7 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. ഞാൻ 7 ചാപ്റ്റേഴ്സാണുള്ളത്. അപ്പോൾ ഇതത്രയേ ഉള്ളൂ. ഇനി അടുത്തത് എൻ്റെ സാൻസ്ക്രിറ്റ് ബുക്കാണ്. മലയാളം എടുക്കുന്നവർക്ക് വേറെ ബുക്കാണ്. ഇതെൻ്റെ സാൻസ്ക്രിറ്റ് ബുക്കാണ്. ഇത് NCERTയുടെ തന്നെയാണ്. ഇതിലെത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതിലൊരു 15 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഇതാണ് ബുക്ക്. കുറേ പേജസൊക്കെ ആയിട്ടുള്ള ഒരു ബുക്ക്. ഇനി നെക്സ്റ്റ് എൻ്റെ കമ്പ്യൂട്ടർ ബുക്കാണ്. ഇത് NCERTയുടെ അല്ല, എന്നാലും ഇതിലും അത്യാവശ്യം ചാപ്റ്റേഴ്സൊക്കെ ഉണ്ട്. ഇതിലെത്ര ചാപ്റ്റേഴ്സാണ്? 10 ചാപ്റ്റേഴ്സ് ഉണ്ട്. 10 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഇനി അത്രേ ഉള്ളൂ. ഇനി അടുത്തത് നമ്മുടെ GK ബുക്കാണ്. ഇത് NCERTയുടെ അല്ല, എന്നാലും ഇതിലെത്ര ചാപ്റ്റേഴ്സ്, ഇത് ചാപ്റ്റർ ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കണ്ടൻസ് ആണ് ഇതിൽ പറയുന്നത്. ഇതൊരു 45 കണ്ടൻറ്റ് ഉണ്ടെന്നാണ് തോന്നുന്നത്. അത്യാവശ്യം ഇതൊക്കെ ആയിട്ടുള്ളൊരു ബുക്ക്. ഇനി അടുത്തത് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമ്മുടെ ഹിന്ദി ബുക്ക്. ഇത് NCERTയുടെ എല്ലാം തോന്നുന്നു. ഇതിലും കുറച്ച് ചാപ്റ്റേഴ്സൊക്കെ ഉണ്ട്. ഇതിൽ എത്ര ചാപ്റ്റേഴ്സ്? 14-15 ചാപ്റ്റേഴ്സൊക്കെ ഉണ്ട് ഇതിൽ. അത്യാവശ്യമൊക്കെ ഉള്ള ഒരു ബുക്കാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.